ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ കെ.ടി. ജലീൽ എം.എൽ.എയുടെ എടപ്പാളിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എം.എൽ.എ ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. കരാറുകാർക്കുള്ള കമ്മീഷൻ പരിപാടിയായി ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനഃപ്രവർത്തികൾ മാറുന്നു എന്ന ദുഃഖകരമായ സാഹചര്യം ഈ നാട്ടുകാർ അറിയേണ്ടതാണ് എന്ന് മുസ്ലിം ലീഗ് പാർട്ടി ബഹുജന മാർച്ചിൽ മുന്നോട്ട് വെക്കുകയാണ്. ആരാണ്? കരാറുകാരുടെ ദത്തുപുത്രനായി നമ്മുടെ പ്രിയപ്പെട്ട എം.എൽ.എ മാറരുത് എന്ന് ഞങ്ങൾ ഈ ബഹുജന മാർച്ചിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2020 മന്ത്രിതല ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും വഴിവിട്ടു പോകാനുണ്ടായ കാരണം. തിരുവനന്തപുരത്ത് നടന്നാണ് ഇതിന്റെ കമ്മീഷൻ ഉറപ്പിച്ചത്. ഇവിടുത്തെ എം.എൽ.എ മന്ത്രിയായ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ദിരത്തെ നിയന്ത്രിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇത് ഈ എം.എൽ.എക്കും ഈ മന്ത്രിക്കും സ്വമേധയാ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവപ്രകാരം മന്ത്രി എന്നതൊക്കെ പറയുന്നത് കേവലം റബ്ബർ സ്റ്റാമ്പാണ്. അത് കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയാണ്. അഴിമതിക്ക് നേതൃത്വം നൽകിയ ജലീലിനെതിരെ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഫൈസൽ ബാബു ആവശ്യപ്പെട്ടു. റെഗുലേറ്റർ നിർമ്മാണത്തിന് പ്രൊജക്ട് തയ്യാറാക്കിയ ഡൽഹി IIT നിർദ്ദേശിച്ച നിലവാരമുള്ള ഷീറ്റുകൾക്ക് പകരം ചൈനയിൽ നിന്നിറക്കിയ നിലവാരമില്ലാത്ത ഷീറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോർച്ച. ഈ ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയ തവനൂർ MLA കെ.ടി. ജലീലിന് അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ലീഗിന്റെ ആരോപണം.